നമസ്കാരം. വിവിധ തരം പഞ്ചുകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ സെഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. ഹോളോ പഞ്ച് ഉപയോഗിച്ച് ഗ്യാസ്കറ്റിൽ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തി പഞ്ച് ചെയ്യുക. ഒരു അസംബ്ലിയിൽ ടേപ്പർ പിൻ അല്ലെങ്കിൽ ഡവൽ പിൻ ഡിസ്മാൻഡിൽ ചെയ്യുക. ഈ നടപടിക്കാവശ്യമായ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ഫയൽസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ്, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽ പീൻ ഹാമർ, ആൻവിൽ, സർഫേസ് ടേബിൾ, ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, ഡ്രിൽ ബിറ്റ്സ്, ഡ്രില്ലിംഗ് മെഷീൻ, ചെക്ക് കീ, ഹോളോ പഞ്ച് സെറ്റ്, ഡ്രിഫ്റ്റ് ഓർ പിൻ പഞ്ച് ഓഫ് വേരിയസ് സൈസസ്, ഡവൽ പിൻ, വുഡൻ ബ്ലോക്ക് വിത്ത് ക്ലാംസ്, ഡിവൈഡർ, പെൻസിൽ അല്ലെങ്കിൽ മാർക്കർ. റബ്ബർ അല്ലെങ്കിൽ ലെതർ ഷീറ്റ് കൊണ്ട് ഗ്യാസ്കറ്റ് തയ്യാറാക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. ലഭ്യമായ ഗാസ്കറ്റ് മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. പെൻസിൽ, സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് 104 mm × 72 mm അളവുകൾ മാർക്ക് ചെയ്യുക. ആവശ്യമായ അളവുകളിലേക്ക് ഷീറ്റ് കട്ട് ചെയ്യുക. മാർക്കർ, സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് 8 mm, 16 mm, 56 mm, 64 mm അകലത്തിൽ സൈഡ് DC-യിൽ നിന്ന് സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. മാർക്കർ, സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് 8 mm, 16 mm, 88 mm, 96 mm അകലത്തിൽ സൈഡ് BC-യിൽ നിന്ന് സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഇന്നർ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഗ്യാസ്കറ്റിൻ്റെ 4 മൂലകളും R10 റേഡിയസ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഔട്ടർ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഗ്യാസ്കറ്റിൻ്റെ 4 മൂലകളും R12 റേഡിയസ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഗ്യാസ്കറ്റ് ആവശ്യമുള്ള പ്രൊഫൈലിലേക്ക് കട്ട് ചെയ്യുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഗ്യാസ്കറ്റിൻ്റെ അളവുകൾ പരിശോധിക്കുക. ഒരു ഹോളോ പഞ്ച് ഉപയോഗിച്ച് ഗ്യാസ്കറ്റ് മാർക്ക് ചെയ്യുവാനും ഹോളുകൾ പഞ്ച് ചെയ്യാനും നമുക്ക് ഇപ്പോൾ പഠിക്കാം. താഴെ വശത്ത് നിന്ന് 64 mm ലൈനിലെ കോർണർ എയിൽ നിന്ന് 20 mm, 36 mm, 52 mm, 68 mm, 84 mm എന്നിവിടങ്ങളിൽ ഹോൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇടതുവശത്ത് നിന്ന് 8 mm ലൈനിലെ കോർണർ എയിൽ നിന്ന് 16 mm, 30 mm, 42 mm, 56 mm എന്നിവിടങ്ങളിൽ ഹോൾ സെൻറ്റേഴ്സ് മാർക്ക് ചെയ്യുക. താഴെ വശത്ത് നിന്ന് 8 mm ലൈനിലെ കോർണർ ഡിയിൽ നിന്ന് 20 mm, 36 mm, 52 mm, 68 mm, 84 mm എന്നിവിടങ്ങളിൽ ഹോൾ സെൻറ്റേഴ്സ് മാർക്ക് ചെയ്യുക. വലതുവശത്ത് നിന്ന് 8 mm ലൈനിലെ കോർണർ ബിയിൽ നിന്ന് 16 mm, 30 mm, 42 mm, 56 mm എന്നിവയിൽ ഹോൾ സെൻറ്റേഴ്സ് അടയാളപ്പെടുത്തുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡർ 4 mmലേക്ക് സെറ്റ് ചെയ്യുക. ഗ്യാസ്കറ്റിൽ ഡിവൈഡർ ഉപയോഗിച്ച് മുമ്പത്തെ ഹോൾ സെൻറ്റർ മാർക്കിംഗ് ഉപയോഗിച്ച് 8 mm ഡയാമീറ്റർ ഉള്ള 18 ഹോളുകൾ അടയാളപ്പെടുത്തുക.
ഒരു കട്ടിയുള്ള വുഡൻ ബ്ലോക്കിൽ ഗ്യാസ്കറ്റ് വെക്കുക. വുഡൻ ബ്ലോക്ക് ഗ്യാസ്കറ്റിനൊപ്പം മെറ്റൽ പ്ലേറ്റിലോ തടി കൊണ്ടുള്ള ടേബിളിലോ വയ്ക്കുക. ഒരു ഹോളോ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർലി അടിച്ചുകൊണ്ട് ഗ്യാസ്കറ്റിൻ്റെ AB വശത്ത് 5-8 mm ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. ഒരു ഹോളോ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർലി അടിച്ചുകൊണ്ട് ഗ്യാസ്കറ്റിൻ്റെ BC വശത്ത് 4-8 mm ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. ഒരു ഹോളോ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർലി അടിച്ചുകൊണ്ട് ഗ്യാസ്കറ്റിൻ്റെ CD വശത്ത് 4-8 mm ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. ഒരു ഹോളോ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സ്ക്വയർലി അടിച്ചുകൊണ്ട് ഗ്യാസ്കറ്റിൻ്റെ AD വശത്ത് 4-8 mm ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. ഗ്യാസ്കറ്റിൻ്റെ ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഹോളുകൾക്കൊപ്പം ഗ്യാസ്കറ്റിൻ്റെ വലിപ്പം പരിശോധിക്കുക. ഡോൽ പിന്നിൻ്റെ ഡിസ്മാൻഡിലിംഗ് പരിശീലിക്കാനായി നമുക്ക് ഒരു ഡോൽ പിൻ അസംബ്ലി തയ്യാറാക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. എല്ലാ ഫേസുകളും ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 40 mm × 40 mm സൈസ് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയൽസ് ഉപയോഗിച്ച് അനുബന്ധമായ സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫേസ് എയിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും ക്ലീൻ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ എല്ലാ ചലിക്കുന്ന ഘടകങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ജോബ് സപ്പോർട്ട് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്നും 20 mm ഒരു പാരലൽ ലൈൻ മാർക്ക് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്നും 20 mm ഒരു പാരലൽ ലൈൻ മാർക്ക് ചെയ്യുക. ലൈനുകളുടെ ഇൻ്റർസെക്ഷൻ ഒരു സെൻറ്റർ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ വർക്ക് പീസ് വയ്ക്കുക. സ്പിൻഡിലിൽ 4 mm വ്യാസമുള്ള ഒരു ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. മാർക്ക് ചെയ്ത ഹോൾ സെൻറ്ററുമായി ഡ്രിൽ ബിറ്റിൻ്റെ അലൈൻമെൻറ്റ് ഉറപ്പാക്കുക. വർക്ക് പീസിന് മുകളിലൂടെ കൂളൻറ്റിൻ്റെ കൃത്യമായ ഒഴുക്ക് ഉറപ്പാക്കുക. മെഷീൻ ഓൺ ചെയ്ത് ഫീഡ് നൽകുക. മാർക്ക് ചെയ്ത പോയിന്റിൽ ഹോളിലൂടെ 4 mm ഡ്രിൽ ചെയ്യുക. ഡീബർ ചെയ്ത് വർക്ക്
പൂർത്തിയാക്കുക. അതുപോലെ ഇതേ അളവുകളിൽ ഡ്രിൽ ചെയ്ത ഹോളുകളുള്ള മറ്റൊരു വർക്ക് പീസ് തയ്യാറാക്കുക. 2 വർക്ക് പീസുകളും ഒന്നിനു മുകളിൽ മറ്റൊന്നായി ഒരു ആൻവിലിന് മുകളിൽ വയ്ക്കുക. അസംബ്ലിയുടെ ഹോളിലേക്ക് 4 mm ഡവൽ പിൻ കടത്തുക. അസംബ്ലിയിൽ നിന്ന് ഡവൽ പിൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. അസംബ്ലിയിൽ നിന്ന് ഡവൽ പിൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ അനുയോജ്യമായ ഒരു പിൻ പഞ്ച് തിരഞ്ഞെടുക്കുക. അസംബ്ലിയിൽ നിന്ന് ഡവൽ പിൻ പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്റ്റാർട്ടർ ഡ്രിഫ്റ്റ് പഞ്ച് തിരഞ്ഞെടുക്കുക. അടുത്തതായി ഡവൽ പിൻ കൂടുതൽ പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ഷോർട്ട് പിൻ പഞ്ച് ഉപയോഗിക്കുക. ഒടുവിൽ ഡവൽ പിൻ പൂർണ്ണമായും പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ലോങ് പിൻ പഞ്ച് ഉപയോഗിക്കുക. പഞ്ചസ് ഉപയോഗിച്ച് പുറത്തേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡവൽ പിന്നിലേക്ക് ഹാമർ ഉപയോഗിച്ച് പതുക്കെ അടിക്കുക. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ഹോളോ പഞ്ച് ഉപയോഗിച്ച് ഗാസ്കറ്റിൽ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തി പഞ്ച് ചെയ്യുക. ഒരു അസംബ്ലിയിൽ ടേപ്പർ പിൻ അല്ലെങ്കിൽ ഡവൽ പിൻ ഡിസ്മാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് വിവിധ തരം പഞ്ചുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.